ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞുകാലത്ത് വിണ്ട് കീറുന്ന പാദങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു 7 ടിപ്സുകളാണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. തണുപ്പ് കാലത്ത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാലുകളിലെ വിണ്ടുകീറൽ. ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെടുന്നതാണ് കാൽ വിണ്ടുകീറാൻ കാരണം. പാദങ്ങൾ വിണ്ടുകീറുമ്പോൾ പലർക്കും അസഹനീയമായ വേദനയും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പാദങ്ങൾ വിണ്ടുകീറുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതിൽ കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. 1. തണുപ്പ് കാലത്ത് പാദങ്ങൾ പൂർണ്ണമായി മറയ്ക്കുന്ന തരത്തിൽ വൃത്തിയുള്ള മൃദുവായതുമായ സോക്സുകൾ ധരിക്കുക. 2. ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കാലുകൾ മുക്കി വയ്ക്കുന്നതും വിണ്ടുകീറലിനെ ചെറുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. 3. തണുപ്പ് കാലത്ത് വീടിനുള്ളിലും പാദരക്ഷകൾ ഉപയോഗിക്കുക. 4. വിണ്ടുകീറിയ പാദങ്ങളിൽ കറ്റാർ വാഴ പുരട്ടുന്നത് കാലുകളുടെ ചർമ്മത്തെ മൃദുവാക്കാൻ സഹായിക്കും. 5. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാദങ്ങൾ വൃത്തിയായി കഴുകിയ ശേഷം ആവണക്കെണ്ണ പുരട്ടുക. 6. ആര്യവേപ്പിലയും പച്ചമഞ്ഞളും അരച്ച് കാലിൽ പുരട്ടുന്നതും വിണ്ടുകീറുന്നതിന് നല്ലൊരു പരിഹാരമാണ്. ഇനി 7ാമത്തെ ടിപ്പ്. വിണ്ടുകീറിയ പാദങ്ങളിൽ 15 ദിവസം തുടർച്ചയായി ഗ്ലിസറിനും പനിനീരും ചേർന്ന മിശ്രിതം പുരട്ടുന്നതും വിണ്ടുകീറുന്നതിനെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ 7 ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. Thanks for watching.